ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വീണ്ടും ഒരു ഫ്രൈഡേ വ്ലോഗാണ് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പതിവ് പോലെ ചായ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇടിയപ്പവും ഗ്രീൻ പീസ് കറി ആയിരുന്നു. ഗ്രീൻ പീസ് കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തലേന്നത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അത് കൂട്ടി കഴിച്ചു. അപ്പോൾ അതിനുശേഷം കുറച്ച് കിങ് ഫിഷ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചു. പിന്നെ സമയം കളഞ്ഞില്ല, നേരെ അതിലേക്ക് തിരിച്ചു. എല്ലാം ഒരു പരീക്ഷണമല്ലേ. അങ്ങനെ ഫിഷ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവയെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയുടെ കാര്യങ്ങൾ ഞാൻ ഒരു സൈഡിൽ നോക്കുന്നുണ്ടേ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി സവാളയും തക്കാളിയും പച്ചമുളകും ക്യാരറ്റും എല്ലാം അരിഞ്ഞു. സവാളയും പിന്നെ കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തു. അപ്പോൾ കാഷ്നട്ട് ഇല്ലായിരുന്നു, അത് ഫിനിഷായി. ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നത് നമുക്ക് ബിരിയാണിയുടെ കൂടെ ദം ചെയ്യാനിടാമല്ലോ. അപ്പോൾ നേരത്തെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള നല്ലതുപോലെ വഴറ്റണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യണം. പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലകൾ ഇടാം. അപ്പോൾ അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ വഴറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പം മീനിൻ്റെ ഒരു ടേസ്റ്റ് ആ ബിരിയാണിക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഒരു സൈഡ് ഞാൻ ചോറ് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറ് റെഡിയായതിന് ശേഷം ദം ചെയ്യാനുള്ള പരിപാടികൾ നോക്കിയാണ്. അങ്ങനെ ദം ചെയ്ത് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു. അപ്പോൾ അതിന് ശേഷം ഒരു റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചായ കുടിച്ചു. അപ്പോൾ ചായയുടെ കൂടെ പക്കോട ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. കടലമാവ് വെച്ച് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അത് ഉണ്ടാക്കി അത് കഴിച്ചു. അപ്പോൾ അതിന് ശേഷം രാത്രിയിൽ സെയിം കിങ് ഫിഷ് ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ.